ഹലോ, അസ്സലാമു അലൈക്കും. സമീർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്നാക്സുമായിട്ടാണ് കേട്ടോ. ഈ സ്നാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചക്കയുടെ ചവണി വെച്ചിട്ടാണ് നമ്മളിന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നത്. നമ്മളിനി പശുവിനും ആട്ടിനൊന്നും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. നമുക്ക് തന്നെ അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതുപോലെ ചക്ക ചവണികൾ നമുക്കിതാ ഈ ചക്കയുടെ അടുത്തുനിന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇളക്കിയിടാം. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇളക്കിയിടാം. ഇതുപോലെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി നമുക്കിത് ഇത്രയും മതിയാവും. കുറച്ച് ഉപ്പ് നീരും കൂടി നമുക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെ പാൻ ചൂടായി വരുന്നുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ച് വരട്ടെ. നമ്മളെ എണ്ണ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ച ഈ ചക്കച്ചവണി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ കിടന്നൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ്. നമുക്കിതിനകത്തേക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെ ഐറ്റം നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ കിടന്ന് നല്ല തിളച്ച് മറിഞ്ഞ് നല്ല ഇടുക്കാച്ചിയായി വരികയാണ് ഗായ്സ്. സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ. നന്നായൊന്ന് ഫ്രൈ ആവട്ടെ. ഈ പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഈ പരുവാവണം. നല്ല ക്രിസ്പി സാധനമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പർ സാധനമാണ്. ഇതിനി വറുത്ത് കോരാം. അപ്പം നമ്മളെ സാധനം സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല പൊടിഞ്ഞ് വരുന്നുണ്ട്. കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നല്ല കിരികിരായിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. സ്നാക്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല സൂപ്പർ സാധനമാണ്. ഇത് ചവണി ചെറുതായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. വലിയ ചക്കച്ചവണി എടുത്താൽ നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബായ്. അസ്സലാമു അലൈക്കും.